ഏത് മൂട് മരണമോ, ഏത് മൂട് മരണമോ, ഏത് മൂട് മരണമോ. സുഹൃത്തുക്കളെ, ഈ ഉസ്താദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ, ഇദ്ദേഹം പറയുന്ന പോലെ മുസ്ലിം കുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസകരമായി ഇദ്ദേഹം സംസാരിക്കാറുണ്ട്. ഒരു മതേതരനാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. ഇനി വെള്ളയിട്ട ഈ ആൾക്കാർ മുഴുവൻ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നതെന്ന് ചെറിയ സംശയം എനിക്കുണ്ട്. എന്തൊക്കെയാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇദ്ദേഹം വിമർശിക്കുന്നത് മുസ്ലിങ്ങളെയാണ്, മുസ്ലിം പെൺകുട്ടികളെയാണ്. ഈ ഓണത്തിന് ഈ സെറ്റ് സാരിയും ബ്ലൗസും മുടിയിൽ മുല്ലപ്പൊക്കെ ചൂടിയിട്ട് ഡാൻസ് കളിക്കും. കാരണം ഈ ഒരു സമയഘട്ടത്തിൽ അവരങ്ങനെയാണ്. ആ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോയെ ഇദ്ദേഹം വിമർശിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ഈ ഓണാഘോഷത്തിന്റെ ഇടയ്ക്ക് ഒരാൾ മരിച്ചുപോയ ഒരു നമുക്കറിയാം. ഹൃദയസ്തംഭനം വന്നിട്ട് ഡാൻസ് കളിക്കുന്ന ഇടയ്ക്ക് ഒരാൾ മരിച്ചുപോയി. ആ ഒരു വീഡിയോയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ. ഒന്ന് കേട്ടോക്കാം. ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടുത്സവം, മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പം വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നോക്കൂ, ഇദ്ദേഹം രണ്ട് കാര്യത്തിന് കമ്പയർ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് മുസ്ലിം പെൺകുട്ടികൾ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് എടുത്തു പറഞ്ഞത്. പെൺകുട്ടികൾ എന്നല്ല, മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു. ഓണത്തിന്റെ ഭാഗമായിട്ട് ഓണം മൂഡില് ആർമാദിച്ച് കളിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഈ ഒരു ഡാൻസ് കളിക്കുന്നിടയ്ക്ക് മരിച്ചുപോയ ഒരു പാവം മനുഷ്യൻ. ഇത് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ഉസ്താദിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം, എങ്കിൽ മാത്രമേ സംഗതി കൊണ്ട് തിരിയുള്ളൂ. എന്റെ നാടിന്റെ സമീപത്ത് ആറാട്ടുപുഴയിൽ 24 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ 2-3 ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് ആ ചീപ്പ് ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തു. പക്ഷേ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന. കണ്ണൻ ബോധരഹിതനായി വീണു. ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അർമാദിച്ചോളൂ, ആസ്വദിച്ചോളൂ. ഞങ്ങൾക്ക് ഈ മൂഡ്, ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കാര്യമില്ലാത്തത് കൊണ്ടാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ മരിച്ചുപോയ ഒരു മിഥിലാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്കും ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് തുള്ളണമെന്നുണ്ട്, പക്ഷേ അതിൽ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തുള്ളാത്തതെന്നാണ്. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ പെൺകുട്ടികൾ മനുഷ്യരാണ്. നിങ്ങളവരെ മുസ്ലിം പെൺകുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും അവർ മനുഷ്യരാണ്. മനുഷ്യരായ ആ മുസ്ലിം പെൺകുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് ഒരുപക്ഷെ 15 വയസ്സ് മുതൽ ഒരു 20-21 വയസ്സ് വരെ ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ്. ഈ പ്രായത്തിലുള്ള അത്തരം കുട്ടികൾക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളാൻ തോന്നും, ഡാൻസ് കളിക്കാൻ തോന്നും. ഈ ഡാൻസ് കളിക്കാൻ തോന്നുന്നത് പോലും മനുഷ്യന്റെ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു പരിണാമ പ്രക്രിയയിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നതാണ്. ഒരു പക്ഷേ ഈ ഒരു ഉസ്താദ് പോലും ഒരു നല്ല ജപ്പാങ്കൂത്തോ അല്ലെങ്കിൽ നല്ലൊരു സിംഗാരിമേളോ കേട്ട് കഴിഞ്ഞാൽ കാലൊക്കെ അല്ലെങ്കിൽ തലയെങ്കിലും ഒന്നും ഇളകാതിരിക്കില്ല. കാലെങ്കിലും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ദ്രുത താളം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഒരു താളമുണ്ട്, ഒരു സംഗീതമുണ്ട്. അതുള്ളതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കും. നിങ്ങൾ പറഞ്ഞ ആ മതത്തിനൊക്കെ അപ്പുറത്ത് അവരൊരു മനുഷ്യരാണ്. എൻ്റെ ഉസ്താദ്, ആ മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞ അവരെ, ആ മുസ്ലിം എന്നുള്ള വാക്കൊന്ന് ഒഴിവാക്കി ചിന്തിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ കുട്ടികളാണ്, അവർ ഡാൻസ് കളിച്ചിരിക്കും. അതവരുടെ ശീലത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഇത് പറയുന്നത് ഇതിനിടയ്ക്ക് ആളുകളൊക്കെ മരിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ്. ശരിയാണ്, നമ്മളൊരു മരണം നേരിട്ട് കണ്ടതാണ്. അത് വെച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു മൂലയ്ക്കലാണ് അങ്ങനത്തെ ഒരു മരണം സംഭവിച്ചത്. ആ മരണത്തിൽ അത്രയധികം വിഷമം ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് അവരുടെ വീട്ടിൽ ഒരു ആഹ്ലാദ പരിപാടി നടക്കുമ്പോൾ അവരത് ആഘോഷിക്കാതിരിക്കുമോ? ഇനി മരിച്ചു എന്ന് വെച്ചാൽ എത്ര ദിവസം നമ്മൾ ആ ദുഃഖം കൊണ്ടു നടക്കും? നമ്മുടെ ജീവിതകാലം ഉള്ളിടത്തോളം മുഴുവൻ അത് കൊണ്ടു നടക്കണോ? ഒരാവശ്യമില്ല. കാരണം ജീവിതമാണ്, അത് മുന്നോട്ട് പോയി നോക്കൂ. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വേദന നമ്മളെ ബാധിക്കുന്നത്
ജീവിതകാലം മുഴുവൻ ബാധിക്കുകയാണെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മറന്നു കളയേണ്ടതുണ്ട്, മാറ്റിവെക്കേണ്ടതുണ്ട്. അവർ ഓർമ്മ പരിപൂർണമായിട്ട് പോകുന്നതല്ല, ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഡാൻസ് കളിക്കണമെന്ന് തന്നെയാണ്. അത് എവിടെയെങ്കിലും ആരെങ്കിലും മരിക്കാതിരുന്നു എന്നൊന്നും വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കാതിരിക്കില്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചെയ്യില്ല. കുട്ടികളാണ്, അവരെപ്പോഴത്തെ ഒരു ആഗ്രഹം ഡാൻസ് കളിക്കണമെന്നാണ്, അവരത് കളിച്ചിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ കുട്ടികൾ ഇത്തരം വാദികളെയൊന്നും അല്ലെങ്കിൽ മതവാദികളായിട്ടുള്ള ഇത്തരം പുരോഹിതന്മാരുടെ വാക്കുകളെയൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. അവർക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയവർ ഡാൻസ് കളിക്കുന്നു, അവർക്ക് യാത്ര പോകാൻ തോന്നിയവർ യാത്ര പോകുന്നു. പോകണ്ടേ, യാത്ര പോകണം. അല്ലാതെ കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നു വിചാരിച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ ശവപ്പെട്ടിയിൽ കയറി കുത്തിരിക്കണം. അയാൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു, അയ്യോ നമുക്ക് മരിക്കേണ്ടതാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഡാൻസ് കളിക്കണ്ട, നമുക്ക് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഡാൻസ് കളിക്കാതിരിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് ഡാൻസ് കളിക്കാതിരിക്കണം. കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് റിഗ്രറ്റ് തോന്നിപ്പോകും. ആയ കാലത്ത് ഒന്ന് തുള്ളായിരുന്നു, ഒന്ന് ഡാൻസ് കളിക്കായിരുന്നു, പ്രണയത്തെ ഒന്ന് അനുഭവിക്കായിരുന്നു, എന്നൊക്കെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ അത് തോന്നിയിട്ട് വല്ല കാര്യമുണ്ട് ഉസ്താദെ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത്, മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വകതിരിവും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഏലപ്പാറ ഇതുപോലുള്ള നമ്മൾ വനവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ്, അവിടെ ഇത് പുലി മനുഷ്യർക്ക് ഈ ചിന്തയുള്ളതുകൊണ്ടായി ഈ ആറാടാത്തത്, ഈ ബഹളം വെക്കാത്ത അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ചെന്ന് അവസാനിക്കേണ്ട ഒരു ഇടമുണ്ട്, ആ ഇടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഈ ഉള്ള സമയം മനുഷ്യരെ വെച്ചിടത്തോളം എപ്പോഴും നിസ്കരിക്കുക. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു സന്തോഷവും വേണ്ട, ഒരു ആഘോഷവും വേണ്ട, എപ്പോഴും ഞാൻ നിസ്കരിക്കാൻ നമ്മൾ ഇതൊന്നും അല്ല പറയുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ, സൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ചിരി പോലും എന്നാൽ ഇദ്ദേഹം പറഞ്ഞ് എവിടെ എത്തിക്കുന്ന എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇദ്ദേഹം പറയുന്നത് ചിരിക്കേണ്ട അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട എന്നൊന്നല്ല, പക്ഷെ ആരാധന, സൽക്കർമ്മങ്ങള് ഇത് മാത്രം മതിയോ നമ്മുടെ ജീവിതത്തിൽ? 24 മണിക്കൂർ നിസ്കരിക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂറും ദൈവത്തെ പ്രാർത്ഥിക്കുക. എന്തായാലും ദൈവം എല്ലാ മതവിശ്വാസം പലതും ഉണ്ട്. അങ്ങനെ ദൈവാരാധന മാത്രമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് സന്യാസിവര്യന്മാരും താങ്കളെപ്പോലുള്ള പുരോഹിതന്മാരും ചെയ്ത പോരെ. ഈ കേരളത്തിലെ എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും, എല്ലാ പെൺകുട്ടികളും, എല്ലാ ആൺകുട്ടികളും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ഒക്കെ 24 മണിക്കൂറും പ്രാർത്ഥനയും, നാളെ മറ്റന്നാൾ മരിക്കേണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഒന്നും ചെയ്യാതെ അങ്ങനെ നടക്കാം, ഉള്ള ഡാൻസ് അവിടെ ഉണ്ട്, അയ്യോ ഡാൻസ് കളിക്കേണ്ട, ഒരു സിനിമ ഉണ്ട്, അയ്യോ അത് കാണണ്ട, അത് ആഘോഷിക്കേണ്ട, നാളെ മരിക്കാനുള്ളതാണ് എന്നൊക്കെ വിചാരിച്ച് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ജീവിതമുള്ളത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഈ ഒരു അഭിപ്രായത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഡാൻസ് കളിക്കാൻ തോന്നിയ ഡാൻസ് കളിക്കണം, തുള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ തുള്ളണം, നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, യാത്ര പോകണം തോന്നിക്കഴിഞ്ഞാൽ യാത്ര പോകണം. നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഏത് നിമിഷം വേണമെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ഇല്ലാണ്ടാകും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഒന്ന് ഡാൻസ് കളിക്കുന്നതല്ലേ. കാർപ്പെ ഡിയം ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ.